തന്നെ കുറച്ചും കൂടെ വലുതായി കണ്ടോ. ഇത് കണ്ടപ്പോഴേ നമ്മൾ പറിച്ച് കളയേണ്ടായിരുന്നു, പക്ഷേ ശ്രദ്ധിച്ചില്ല. എന്നിട്ട് അതിനകത്തൊരു 2 സ്പൂൺ എടുത്ത് കുറച്ച് പഞ്ചസാരയും വെള്ളവും ചേർത്ത് മിക്സിയിൽ അടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രൂട്ടി കുടിക്കത്തില്ലയോ, അത് നല്ല വലിപ്പമുള്ള തക്കാളിയാണ് കണ്ടോ. ഹലോ ഡിയേഴ്സ്, വ്ളോഗ്സ് ബൈ ഹസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നോമ്പായപ്പോഴത്തേക്കും എല്ലാവരും മടി വിചാരിച്ചിരുന്നത് കൊണ്ട് നമ്മുടെ പച്ചക്കറി ചെടിയുടെയൊക്കെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടോ, ഇഷ്ടം പോലെ പോച്ചയായിട്ടുണ്ട്. നോക്കിക്കേ, ഈ ഗ്രോ ബാഗിൻ്റെ ഇടയ്ക്കെല്ലാം നിറച്ച് പോച്ചയും നോക്കൊരു വള്ളിച്ചെറുതനുമാണ് ഇത് കണ്ടോ. ഇതൊക്കെ വളർന്നു വരുന്നത് കണ്ടോ, നമ്മുടെ പച്ചക്കറി വളർന്നു വരുന്നതിനേക്കാളും ഇരട്ടി വേഗത്തിലാണ് ഇതെല്ലാം വളർന്നു വരുന്നത്. കാരണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും ഓവർഫ്ലോ ആകുമ്പം ഈ വളവും കൂടെയുള്ള വെള്ളമല്ലേ വീഴുന്നത്, അപ്പോൾ പോച്ചയൊക്കെ എളുപ്പം തന്നെ വളർന്നു വരും. നമുക്ക് പച്ചമുളക് ചെടിയൊക്കെ ചെറുതായിട്ട് മുരടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്കെല്ലാം നിറച്ചും പോച്ചയാണ് കണ്ടോ. നോമ്പായപ്പോഴത്തേക്കും നമ്മളങ്ങ് മടി വിചാരിച്ചിരുന്നത് കൊണ്ട് നമുക്ക് ഇവിടെ എല്ലായിടവും പോച്ച കയറിയത് കണ്ടോ. കുറച്ച് ദിവസം ആയപ്പോൾ തന്നെ നമുക്ക് എല്ലായിടവും പോച്ചയാണ്. അപ്പം നമ്മളിനി നോമ്പ് കഴിയുന്നവരെ കാത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം നാശമായിപ്പോവും, പെട്ടെന്ന് കീടങ്ങളും എല്ലാം ഉണ്ടാവും. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നെങ്കിൽ ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കാമല്ലോ എന്ന് ഓർത്ത്. ഇതാ തക്കാളിയൊക്കെ പഴുത്തിട്ടുമുണ്ട് കണ്ടോ. അപ്പോൾ എന്താ വൃത്തിയാക്കുമ്പോഴത്തേക്ക് ഇതിന് മുന്നേ ഒരു വീഡിയോയും കൂടെ അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഞാൻ വൃത്തിയാക്കി തുടങ്ങിയതാണ്. അപ്പോഴാണ് ഓർത്ത് ഒരു വീഡിയോ എടുക്കാമല്ലോ എന്ന്. ഇത് കണ്ടോ, ഇത് നമ്മുടെ സാമ്പാർ അമര, അത് പൂത്തിട്ടുമുണ്ട് കണ്ടോ. ഇതിനൊക്കെ ഒരു കമ്പൊക്കെ കുത്തി നല്ലപോലെ വെക്കേണ്ടതായിരുന്നു, അതൊന്നും ചെയ്തില്ല. നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് എല്ലാം പോച്ച് കയറിയേക്കുന്നത് കണ്ടോ. ഇത് കണ്ടോ, ഇത് തഴുതാമയാണ്. ഇവിടെ ഈ ഒരുപാട് തഴുതാമയുണ്ട്. ഇതിൻ്റെ പൂവ് കണ്ട നമ്മുടെ ഡ്രസ്സിലൊക്കെ പറ്റി പിടിച്ചിരിക്കുകയാണെങ്കിൽ ഇത് പോകാനൊക്കെ എന്തൊരു പാടാണെന്നറിയാമോ. ഒരുപാടും തഴുതാമയുണ്ട്, ഇതിൻ്റെയൊക്കെ അരി വീണങ്ങ് കളിക്കുന്നതാണ് കണ്ടോ. അപ്പോൾ എന്തായാലും ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കാം. നമ്മുടെ കണ്ട ക്യാബേജും കോളിഫ്ലവറും ഒക്കെ കണ്ടോ, അതിനകത്ത് കോളിഫ്ലവർ കണ്ട പിടിച്ചിട്ടുമുണ്ട് കണ്ടോ. ഇതിനകത്തൊരു ചെറിയ ഒരെണ്ണം ആയി തുടങ്ങി, ഇതിനകത്ത് കണ്ട കുറച്ചും കൂടെ വലുതായി കണ്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഈ വലുതായി നമുക്ക് ഒരാഴ്ച കൊണ്ട് തന്നെ എടുക്കാം. ക്യാബേജ് എന്താ കുറേയൊക്കെ ആയിട്ടുണ്ട് കണ്ടോ. ഇത് പറിച്ച് മാറ്റുന്നത് കൊണ്ട് തന്നെ കണ്ടേ ഇത്രയേ ആയിട്ട് ഇതുവരെയും കുറച്ചേ ആയിട്ടുള്ളൂ. ഇത് ഞാൻ ചെത്തിക്കളയുമല്ല, കയ്യിൽ ഗ്ലൗസ് ഇട്ടുകൊണ്ട് ഇത് വേരോടങ്ങ് പിഴുതു മാറ്റുക, എങ്കിൽ മാത്രമേ ഇത് നല്ലപോലെ വൃത്തിയാവത്തുള്ളൂ. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മളില്ല ട്രിം ചെയ്ത് വെക്കുന്നത് പോലെ ഒരു 2-3 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാം 3-4 എത്തായിട്ട് ഇങ്ങനെ പൊട്ടിക്കിളിച്ച് വരും. അപ്പോൾ നമ്മളിങ്ങനെ പിഴുതങ്ങ് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇതങ്ങ് വൃത്തിയാവും. ഇത് കണ്ടോ, ഇത് വലിയൊരു തഴുതാമയാണ് കണ്ടോ. ഒരൊറ്റ മൂടാണ് ഇത്, എങ്ങോട്ടൊക്കെ ഈ പടന്ന് പോയിക്കുന്നതെന്ന് നോക്കിക്കേ. ഇതൊക്കെ നമ്മൾ മൊത്തമായിട്ടങ്ങ് പറിച്ച് കളയണം. ചെത്തിക്കളഞ്ഞാൽ ഇത് പിന്നെയും പൊട്ടിക്കിളിച്ച് വരും. അത് വലിച്ച് പറിച്ച് കളയുവാണെങ്കിൽ അതങ്ങ് പോകുമല്ലോ. ഈ തഴുതാമ നമ്മൾ തോരൻ വെക്കുന്നതാണ്, തോരൻ വെക്കാനൊക്കെ നല്ലതാണെന്ന് എല്ലാവരും പറഞ്ഞു, കുറേ ഔഷധ ഗുണങ്ങളൊക്കെ ഉള്ളതാണ് നോക്കും. പക്ഷേ ഞാനിതുവരെ എടുത്തിട്ടില്ല. ഇത് വലിച്ച് പറിച്ചാലൊന്നും ഇത് വരുത്തില്ല കണ്ടോ. ആഴത്തിൽ വേര് പോയേക്കോ. നമുക്കിതൊരു കൊച്ചു മമ്മട്ടി ഉണ്ട്, അതുകൊണ്ട് കുത്തിക്കളച്ചിങ്ങെടുക്കാം. അങ്ങനെ ആകുമ്പോൾ വേരോടിങ്ങി വരുമല്ലോ. ഇതാ കണ്ടോ, വലിയൊരു മൂടാ കണ്ടോ. ഇത് നോക്കിക്കേ, ഇത് സാമ്പാർ അമര നട്ട് വെച്ചേക്കുന്നതാണ്. ഇതിൻ്റെ കണ്ട ഗ്രോ ബാഗിൻ്റെ സൈഡിൽ കൂടെ വളർന്നു വന്നേക്കുന്നത് കണ്ടോ. ഇതിൽ കുപ്പച്ചീരയാണ്. ഇത് നോക്കണ്ട, ആ ഒരു ചെറിയ ഹോളുണ്ട്, അതിലേ കൂടി ഇത് വളർന്നു വന്നത്. ഇത് കണ്ടപ്പോഴേ നമ്മൾ പറിച്ച് കളയേണ്ടായിരുന്നു, പക്ഷേ ശ്രദ്ധിച്ചില്ല. ഇതിനകത്ത് വളമെല്ലാം വലിച്ചെടുത്തിട്ടാണ് ഇത് വളർന്നു വന്നേക്കുന്നത്. ഇതിൻ്റെ തണ്ടിൻ്റെയൊക്കെ കനം കണ്ടോ. ഇത് നമുക്ക് ഈ ഗ്രോ ബാഗിന് കുഴപ്പമൊന്നും വരാതെ പതിയെ ഇങ്ങ് വലിച്ചൂരിയെടുക്കാം. നോക്കാം, വേരിൻ്റെയൊക്കെ നോക്കിക്കേ കണ്ടോ. നമ്മളിത് നട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇതുപോലെ വളർന്നു വരുമോ. പോച്ചയായതുകൊണ്ട് ഒന്നൊരു കീടവും ഇല്ല, ഒന്നും വേണ്ട, വളർന്നു വന്നേക്കുന്നത് കണ്ടോ. നോക്കുന്നേ കനം നോക്കിക്കേ തണ്ടിൻ്റെ. ഇന്നത്തെ അന്തരീക്ഷം നമുക്ക് ജോലി ചെയ്യാൻ പറ്റിയതാണ്. ഒരു മഴക്കാർ പോലെ കണ്ടോ ആകാശം. അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു ദാഹവും വരത്തില്ല. അതല്ലെങ്കിൽ നമുക്ക് ഈ സമയത്ത് വെയിലൊക്കെ ആകുമ്പോൾ നമുക്ക് ഇവിടെ ഇരുന്ന് ഒരു ജോലിയും ചെയ്യാൻ പറ്റത്തില്ല, നല്ല ദാഹമായി പോകുമല്ലോ. ഇത് നോക്കാണ്ടേ, അൽഫോൺസോ മാവാ. ഇതിനകത്ത് മാങ്ങ നല്ല ടേസ്റ്റ്, ഇതിന് നല്ല മാംസമായി. ഈ മാങ്ങയ്ക്ക് നാരില്ല. അപ്പോൾ ഇത് നമ്മൾ പൾപ്പാക്കി എടുത്തിട്ട് നാരങ്ങ നീരൊക്കെ ചേർത്തിട്ട് തിളപ്പിച്ച് വറ്റിച്ച് ഫ്രിഡ്ജിൽ വെക്കണം. എന്നിട്ട് അതിനകത്തൊരു 2 സ്പൂൺ എടുത്ത് കുറച്ച് പഞ്ചസാരയും വെള്ളവും ചേർത്ത് മിക്സിയിൽ അടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രൂട്ടി കുടിക്കത്തില്ലയോ, അതുപോലെ ഇരിക്കും, നല്ല ടേസ്റ്റാണ് ഇത്. അപ്പോൾ ദാ ഈ ഭാഗത്തെ പോച്ചകളെല്ലാം പറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പല്ലിയരിപ്പുണ്ട്, ഈ വലിയ പോച്ചകളെല്ലാം ഒന്ന് വലിച്ചു കൂട്ടിക്കഴിഞ്ഞാൽ കുറച്ച് നല്ല വൃത്തിയായിക്കോളും. ഇതെല്ലാം വലിച്ചു മാറ്റിയിട്ട് നമുക്ക് ഈർക്കിൽ ചൂല് കൊണ്ട് ഒന്ന് തൂത്താൽ മതി. തൂക്കുമ്പോൾ നല്ല വൃത്തിയാകും, കാരണം നമ്മളിതെല്ലാം വേരോട് അങ്ങ് പറിച്ച് മാറ്റിയതില്ലയോ. അപ്പോൾ ചൂല് കൊണ്ട് തൂക്കുമ്പോഴത്തേക്ക് എല്ലാം അങ്ങ് ക്ലീൻ ആയിക്കോളും. ഇപ്പം നോക്കിക്കേ, നമ്മുടെ മുറ്റം എല്ലാം ചൂല് കൊണ്ട് തൂത്ത് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് കണ്ടോ. ഇപ്പോൾ കാണാൻ തന്നെ എന്തൊരു ഭംഗിയുണ്ട്. നമ്മൾ മടി പിടിച്ചിരുന്നത്, എനിക്ക് വയ്യായേന്ന് പറഞ്ഞ് മടി പിടിച്ചിരുന്നതാണ്. അങ്ങനെ ഇരുന്നാൽ ഇത് നടക്കത്തില്ലല്ലോ, ഇത് മൊത്തം അങ്ങ് കുളമായി പോകുമല്ലോ, മൊത്തം നാശമായി പോകും പോച്ച കയറിയിട്ട്. പിന്നെ നമുക്ക് ഇരട്ടിപ്പാടായിരിക്കും ചെയ്യാൻ. ഇപ്പം എന്താ ചെയ്തപ്പം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, പക്ഷേ ചെയ്ത് കഴിഞ്ഞ് എല്ലാം വൃത്തിയാക്കി കഴിഞ്ഞ് ഇങ്ങനെ കാണുമ്പം എന്തൊരു സന്തോഷമാണ്.
എന്തായാലും നമ്മൾ കഷ്ടപ്പെട്ട് പച്ചക്കറി വളർത്തുന്നില്ല, അപ്പോൾ ഇതൊക്കെ ചെയ്യാതെ പറ്റത്തില്ല. അപ്പോൾ നമുക്കിന്ന് ഇച്ചിരി തക്കാളിയൊക്കെ പഴുത്ത് നിൽപ്പുണ്ട്, അതൊന്ന് പറിച്ചെടുക്കാം. അത് നമ്മുടെ തക്കാളി പഴുത്ത് നിൽക്കുന്നുണ്ടോ, അപ്പോൾ അത് നമുക്ക് പറിച്ചെടുക്കാം. അത് നല്ല വലിപ്പമുള്ള തക്കാളിയാണ് കേട്ടോ. പെട്ടെന്നാണ് ഇത് പഴുക്കുന്നത്. പച്ച നിറം അങ്ങോട്ട് മാറി വരുന്നത് കണ്ടതേ ഉള്ളൂ, പെട്ടെന്ന് ഇങ്ങ് പഴുത്ത്. ഇതുണ്ടോ, ഈ പഴുത്ത് വരുന്ന തക്കാളി ഇട്ട് രസം വെക്കുമെന്ന് പറയുന്നേക്കാം, നല്ല ടേസ്റ്റാണെന്ന്. ഇതാ ഇവിടെ കുറച്ച് നിൽപ്പുണ്ട്, അതിവിടെ പറിക്കാം. കണ്ടോ, നമുക്ക് സലാഡൊക്കെ ഉണ്ടാക്കുമ്പം ഇടാൻ പറ്റുന്നതാണ് ഇത്, കാരണം ഒരു വിഷം അടിച്ചിട്ടുള്ളതല്ല. കണ്ടോ, ഇതാ ഇവിടെ നിൽപ്പുണ്ട്. പഴുത്ത് വരുന്നതേ ഉള്ളൂ, ഇനി ഇരുന്ന് അങ്ങ് പഴുത്തോളൂ. അത് ഇതാ ഇവിടെയൊക്കെ ഉണ്ട്, ഇതെല്ലാം പഴുത്ത് വരട്ടെ. ഇനി ഇതിന് നമുക്ക് അടുത്ത ട്രിപ്പ് വളമിട്ട് കൊടുക്കാനുള്ള സമയമായിട്ടുണ്ട്. കണ്ടോ, മേലിലോട്ടൊക്കെ തക്കാളി പിടിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത ട്രിപ്പ് വളമിട്ട് കൊടുക്കണം, അതിന് സമയമായിട്ടുണ്ട്. ഇതാ പച്ചമുളക് നിൽക്കുന്നു, നോക്കിക്കേ. എന്താ പച്ചമുളകൊന്നും നമ്മളിപ്പോൾ പിച്ചുന്നില്ല, കാരണം കുറേ പിച്ചത് ഇരിപ്പുണ്ട്. ഇതാ കണ്ടോ, നിറച്ചും പച്ചമുളക് പിടിച്ചിട്ടുണ്ട്, നോക്കിയേ. ഇതിനെല്ലാം ചെറുതായിട്ട് മുരടിപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മുരടിപ്പ് മാറ്റുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് പിന്നെ ഒരു വീഡിയോ ചെയ്യാം. ഇതാ ഇത്രയും തക്കാളി ഇട്ടിട്ടുണ്ട് കണ്ടോ. നമ്മുടെ വഴുതന നിൽക്കുന്നതുണ്ടോ, ഇതാ ഒരുപാട് വഴുതനങ്ങ നിൽപ്പുണ്ട്. ഇതൊന്നും ഇപ്പോൾ പിച്ചുന്നില്ല, കാരണം വഴുതനങ്ങ ഒന്നും ഇപ്പോൾ ഇവിടെ ആരും എടുക്കത്തില്ല. നോമ്പായതുകൊണ്ട് ആരും വഴുതനങ്ങ ഒന്നും എടുത്താൽ കഴിക്കത്തില്ല. അതുകൊണ്ട് ഇതൊക്കെ നമുക്ക് വിത്തിന് നിർത്തിയേക്കാം. കണ്ടോ, വലിയതാണ്, ഇതൊക്കെ വിത്തിന് നിർത്തിയേക്കാം. ഇതാ ഇവിടെ നിൽക്കുന്നത് കണ്ടോ. നമ്മളെപ്പോഴും നല്ല ആരോഗ്യമുള്ള നോക്കിയേ നമ്മൾ വിത്തിനെടുക്കാവുള്ളൂ. ഇത് നോക്കിയേ, ഇതൊക്കെ നമുക്ക് വിത്തിനെടുക്കാം. ഇവിടെയൊക്കെ പിടിച്ച് വരുന്നുണ്ട്, ഇഷ്ടംപോലെ പിടിച്ചിട്ടുണ്ട് കണ്ടോ. പക്ഷേ ഇപ്പോൾ ഇതാരും കഴിക്കത്തില്ല, നോമ്പായതുകൊണ്ട് പച്ചക്കറിയൊന്നും വെച്ച് ആരും കഴിക്കത്തില്ല. പക്ഷേ നോമ്പായാലും എല്ലാവരും കഴിക്കുന്നൊരു സാധനമാണ് ഈ പയർ. ഇതെല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. മെഴുക്ക് വെട്ടുവാണെന്നുണ്ടെങ്കിൽ എല്ലാവരും കഴിച്ചോളും. അപ്പം ഞാൻ കുറേ പയറും പിച്ചിക്കൊണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് പയർ ശരിക്കും പിച്ചാനായിട്ടുണ്ട്, അതിൻ്റെ വീഡിയോ വേറൊരു ദിവസം ചെയ്യാവേ. 2 സലാഡ് വെള്ളരിയും കൂടെ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, പിന്നെ കുറച്ച് കോവയ്ക്കായും എടുത്ത്. ഈ സലാഡ് വെള്ളരിയും തക്കാളിയൊക്കെ കൊണ്ട് നമുക്ക് നല്ലൊരു സലാഡ് ഉണ്ടാക്കാം. കാരണം ഇതിനകത്ത് വിഷമൊന്നും അടിക്കാത്തതുകൊണ്ട് ഇത് വേവിക്കാതെ പച്ചയ്ക്ക് കഴിക്കാൻ നമുക്ക് ഒട്ടും പേടി വേണ്ട. ധൈര്യമായിട്ട് നമുക്ക് സലാഡ് ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ എൻ്റെ കൃഷിവിശേഷങ്ങളൊക്കെ എല്ലാവരും കണ്ടല്ലോ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.